ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്നലെ തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ തെലുഗു പാനന്തൻ സിനിമയാണല്ലോ ദേവര. സിനിമയുടെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ, കേരള കളക്ഷൻ തുടങ്ങിയ കണക്കുകളെല്ലാം തന്നെ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ആദ്യ ദിവസം ഒഫീഷ്യൽ കളക്ഷൻ പ്രകാരം തന്നെ വേൾഡ് വൈഡ് കളക്ഷനായിട്ട് 172 കോടി എന്ന മികച്ചൊരു കളക്ഷൻ നേടിയെടുത്ത സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ പുറത്തു വരുമ്പോൾ 61 ലക്ഷമാണ് ദേവര ആദ്യ ദിവസം കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുത്തിരിക്കുന്നത്. ദുൽഖർ കേരളത്തിൽ വിതരണത്തിനായിട്ട് എത്തിച്ച 150-ൽ പരം സ്ക്രീനുകളിൽ ആദ്യ ദിവസം റിലീസ് ചെയ്ത സിനിമയ്ക്ക് ഡീസന്റ് കേരള കളക്ഷൻ തന്നെ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ അതേസമയം ജൂനിയർ NTR അഭിനയിച്ച സിനിമകളിൽ RRR അല്ലാതെ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത സിനിമ ജനതാ ഗ്യാരേജിന്റെ ആദ്യ ദിവസത്തെ കേരള ഗ്രോസ് കളക്ഷനെ ദേവരയ്ക്ക് മറികടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ലാലേട്ടനും ജൂനിയർ NTRും പ്രധാന റോളുകളിലെത്തിയ 2016-ലെ മികച്ച തെലുഗു സിനിമയായിട്ട് അന്ന് ഒരുപാട് മികച്ച അഭിപ്രായങ്ങൾ വന്ന സിനിമ കൂടിയാണല്ലോ ജനതാ ഗ്യാരേജ്. സിനിമ ആദ്യ ദിവസം കേരളത്തിൽ 79 ലക്ഷത്തോളം രൂപയായിരുന്നു ഗ്രോസ് ആയിട്ട് നേടിയെടുത്തത്. പിന്നീട് രാജമൗലി ചിത്രമല്ലാതെ ജൂനിയർ NTRന്റെ ഒരു സിനിമയ്ക്കും ഇപ്പോഴത്തെ ദേവര ഉൾപ്പെടെയുള്ള സിനിമകൾക്കും നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ ഇതുവരെ ജനതാ ഗ്യാരേജിന്റെ FT കളക്ഷൻ മറികടക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. എന്തായാലും ദേവരയുടെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ ജനതാ ഗ്യാരേജിന്റെ ഫൈനൽ കളക്ഷൻ ദേവരയ്ക്ക് മറികടക്കാൻ കഴിയുമോ എന്നതാണ് അടുത്തതായിട്ട് നാം ഉറ്റുനോക്കുന്നത്. ഇതിനിടയിൽ ദേവര എന്ന സിനിമ കേരളത്തിൽ വിതരണത്തിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ദുൽഖർ സൽമാൻ ആണല്ലോ. RRR പോലൊരു വൻ സിനിമയ്ക്ക് ശേഷം ജൂനിയർ NTRന്റെ തിയേറ്ററുകളിലേക്ക് എത്തുന്ന സിനിമയാണ് ദേവര എങ്കിൽ പോലും വലിയ തുകയ്ക്കൊന്നും തന്നെയല്ല ദുൽഖർ കേരളത്തിലേക്ക് ഈ തെലുഗു സിനിമ കൊണ്ടുവന്നിരിക്കുന്നത്. ദേവര എടുത്തിരിക്കുന്നത് വെറും 50 ലക്ഷം രൂപയ്ക്കാണ്. അപ്പോൾ ദേവര കേരളത്തിൽ വിജയിക്കണമെങ്കിൽ ബ്രേക്ക് ഈവൻ ആകണമെങ്കിൽ 1,50 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കണം. ഒരു മലയാളം സിനിമയെ സംബന്ധിച്ച് കേരള ബോക്സ് ഓഫീസിൽ ഷെയർ കളക്ഷൻ 1 കോടിയിലേക്ക് എത്താൻ 2,50 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുക്കണം. അതേസമയം ഒരു അന്യഭാഷാ സിനിമ കേരളത്തിൽ 1 കോടി ഷെയർ നേടിയെടുക്കാൻ 3 കോടിയാണ് കേരളത്തിൽ ഗ്രോസ് ആയിട്ട് നേടിയെടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ 50 ലക്ഷം രൂപയ്ക്ക് കൊണ്ടുവന്ന ദേവര 50 ലക്ഷം കേരളത്തിൽ ഷെയർ കളക്ഷൻ നേടിയെടുക്കാൻ 1,50 ലക്ഷം കേരളത്തിൽ ഫൈനൽ ഗ്രോസ് നേടിയെടുക്കണമെന്ന് അർത്ഥം. അപ്പോൾ കാത്തിരിക്കാം ദേവര കേരളത്തിൽ ബ്രേക്ക് ഈവൻ ആകുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്. സിനിമയുടെ കേരള റൈറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യ ദിവസം 61 ലക്ഷം എന്നത് ദേവരയ്ക്ക് നല്ലൊരു കേരള കളക്ഷൻ തന്നെയാണ്. കാത്തിരിക്കൂ ദേവരയുടെ അടുത്ത ദിവസങ്ങളിലെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്ക്.